കണ്ടോ റൈറ്റ് സൈഡിൽ ഒരു കുരിശും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കനോക്ക് ചേസിന്റെ എന്തോ സംഭവിക്കാന്ന് നോക്കി. എന്തോ കുരിശ് വെച്ചേക്കുന്നുണ്ട്, പള്ളി സംബന്ധമായ എന്തോ മറ്റേ നമ്മുടെ സിംറ്ററി അതിന്റെ സംഭവം. ഇവരുടെ പള്ളിയുടെ അടുത്ത് തന്നെ ചില പള്ളികൾക്ക് മാത്രമല്ല അടുത്ത് തന്നെ സിമെട്രി ഉള്ളൂ. നേരത്തെ കണ്ടപ്പോഴേ കാട് കാരണം മറിഞ്ഞിരുന്നോണ്ട് തിരിയുന്നില്ലായിരുന്നു. ഇപ്പൊ കണ്ടപ്പം മുഴുവൻ മരങ്ങളും. ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടല്ലോ നമ്മുടെ വയനാട്ടിലൊക്കെ കാടിന്റെ ഉള്ളിൽ കൂടെ റിസോർട്ടുകൾ അങ്ങനെയൊക്കെ ഇല്ലേ, അതേപോലെ ഉണ്ട്. അങ്ങനത്തെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ ചില ദിവസങ്ങളില് വീക്കെൻഡില് കൊറേ വണ്ടികളൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ രാവിലെ ഉണ്ടെന്ന് തോന്നല്ലോ അങ്ങോട്ട് വരികയാണ് ഗൈസ്. ഇന്നിപ്പോ മഴയുള്ളത് കൊണ്ടാണ് ഒരു മൂടല്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല വെളിച്ചമായിരിക്കും. ഈ വളവില് ഒരു കുതിരസവാരിയും പിന്നെ ഒരു റിസോർട്ടൊക്കെ ആയിട്ടുള്ളത്. ലെഫ്റ്റ് അവിടെ എന്തോ ബോർഡൊക്കെ ഉണ്ടല്ലോ. ടീ റൂം ക്യാമ്പിംഗ്. വീക്കെൻഡൊക്കെ ആൾക്കാർ ആഘോഷിക്കാൻ വരുന്നത് ഇവിടേക്ക് ആയിരിക്കും. ഇതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ആയിട്ട് കുറെ വഴികളുണ്ട്. ഇങ്ങനെ ഓരോ ഈ റിസോർട്ട് പോലെയുള്ള സംഭവങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഞാനെപ്പോഴും പോകുമ്പോൾ മാനിനെ കാണുന്ന ഈ വളവിന്റെ അപ്പുറത്തുനിന്നായിരുന്നു. ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് കാണാൻ മാനൊന്നും ഉണ്ടായില്ല, കാരണം നമ്മൾ രാവിലെ വല്ല പോണേ. രസമുണ്ടല്ലോ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മരങ്ങൾ വന്ന് റോഡിലെ ഒരു. പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു ഇലയില്ല ഒന്നും ഇല്ലാണ്ട് ഇതുണ്ടോ കാക്ക മാറിക്കൂ, ജീവനും കൊണ്ട് പറന്നു. ഇവിടുന്ന് ഇങ്ങനെ മാനിങ്ങനെ ഈ സൈഡിൽ കൂടെ ഓടുന്നുണ്ട് കേട്ടോ. ഓടുന്ന ആ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടിയപ്പോഴേക്കും ആൾക്കാരിങ്ങനെ വണ്ടി നിർത്തി ഫോർട്ടിക്കട്ടറൊക്കെ ഇട്ടിട്ട് നിർത്തി. ഞാനാണൊന്നും കണ്ടില്ല, ഞാനും വേഗം വന്നു ലൈഫ് കിട്ടി. എന്റെ പുറകെ 100 വന്നവന് അവനും സർണം ബ്രേക്ക് ഇട്ട് നിർത്തി. നോക്കുമ്പോ എല്ലാം കൂടെ ഇങ്ങനെ വളഞ്ഞു വന്ന് ഇവിടുന്ന് എല്ലാം കൂടെ റോഡ് ക്രോസ് ചെയ്ത്. എത്ര എണ്ണം ഉണ്ടായിരുന്നു അറിയോ ഇവിടെ. നമുക്ക് അപ്പം പകലൊക്കെ വരുന്നെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ഇട്ടിട്ട് ഈ കാടിന്റെ ഉള്ളിൽ കൂടെ നടക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. അതിൽ ഐലിങ്ങിനൊക്കെ ഒരു സ്ഥലമുണ്ട് നടക്കാനൊക്കെ ആയിട്ട്. പകല് നോക്കാം ദിവസം. ഇവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ റൈറ്റിലേക്ക് ഒരു സ്ഥലമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാരൊക്കെ ട്രെക്കിങ്ങിനൊക്കെ പോകണേ തോന്നുന്നു. ഇത് കണ്ടോ, ഇത് പകലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നാ രസമെന്ന് പറയാം. ഈ മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മാനൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല രസമായിരിക്കും. പക്ഷെ മാനിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ വേറെ വന്യജീവികൾ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വയനാട്ടിൽ നിന്ന് നമ്മുടെ തോൽപ്പട്ടി അല്ലെങ്കിൽ മുത്തങ്ങ കാട്ടിക്കൂടെ ഒക്കെ പോകില്ലേ, അതേ ഒരു ഇതാവും, എഫക്റ്റ് ആയിരിക്കും, അതേ ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷെ അധികം ഇല്ല, കുറച്ച് ഉള്ളൂന്ന് മാത്രം. പക്ഷെ നല്ലതാ, കുറച്ച് നേരം ഫോറസ്റ്റ്. പിന്നെ പകല് കുറെ പക്ഷികളൊക്കെ ഉണ്ടാവും. കാക്കയതല്ല, നമ്മള് ആദ്യമായിട്ടല്ല ഇത്രയും കാക്കനെ കാണുന്നത്. പക്ഷെ അത് ഈ റോഡിൽ എന്താ വെച്ചാൽ രാത്രിയിലൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വണ്ടി അടിച്ചിട്ട് റോട്ടിൽ കിടക്കുന്നതിനൊക്കെ തിന്നാൻ വരുന്നതാണ്. ഇത് ഫോറസ്റ്റ് കഴിഞ്ഞു. ഇവിടെ കണ്ടോ പശുക്കളെ നോക്കിയോ കേട്ടോ. ഈ റൈറ്റ് സൈഡ് നോക്കിയോ, രാവിലെ വെളുപ്പംകാലത്ത് വരുന്നത്. ഇത് കണ്ടോ മതില് പോലെ ഈ പുല്ല് വെക്കുന്നുണ്ട്, കാണിയല്ല. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് പശുക്കളാണ്. ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇനി ഇത് നമ്മളിങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇതിപ്പോ ലെഫ്റ്റ് കനോക്കിലേക്ക്, അതായത് നമ്മളെ മെയിൻ നമ്മള് പോകേണ്ട വഴി ഇതല്ലേ. നമ്മളിപ്പോ സ്റ്റഫോർഡ് അവിടെ കുറെ പശുക്കളുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഉപയോഗിക്കില്ല, നേരെ ഒന്നുമില്ല. നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം. ഇനി അങ്ങ് കാണുന്ന റൈറ്റ് സൈഡിലും ഉണ്ട്, പക്ഷെ അവിടെ പശുക്കളെ കാണാനില്ല. അത് ഈ പശുക്കളെ ഇപ്പൊ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പശു ഉണ്ട്. നമുക്ക് നോക്കിയാൽ എണ്ണ അടിച്ചിട്ട് പോയാലോ. ഇവിടെ പമ്പുണ്ടോ, പക്ഷെ അത് തുറന്നിട്ടില്ല, ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ.
ഒന്നും അല്ലല്ലേ? എല്ലാം റോഡ് സൈഡിലൊക്കെ കോമൺ ആയിട്ട് നമ്മളിപ്പം റൈറ്റിലേക്ക് പോയാല് ഇതേപോലെ ഇങ്ങനെ ഗ്രാമങ്ങളുടെ ഇടയിൽ കൂടെ പോകും. പിന്നെ ലെഫ്റ്റ് പോയാൽ ടൗണിൽ കൂടെയാ പോണം. നമുക്ക് ടൗണിൽ കൂടെ പോയാലോ? നമ്മൾ പെട്ടെന്ന് എത്തും. ടൗണിൽ കൂടെ പോവാം. സമയം ഏകദേശം ആയില്ലേ? ഇതങ്ങനെ പോയാൽ ഇത് നേരെ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോകണം. ഇപ്പം പണി നടക്കുവാണല്ലോ. ഇവിടെ എന്തോ റോഡ് അത് കഴിഞ്ഞ് ഇവിടെ പോയാൽ അത് എന്തോ പിന്നെ ഇതിങ്ങനെ ടൗണിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് സിഗ്നൽസ് ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. ഇന്ന് സൺഡേയും കൂടിയാണ്. പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പം വണ്ടികളൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. പകല വരുന്നെങ്കിൽ ഇങ്ങനെ ക്യൂ ആയിരിക്കും ഇവിടെയൊക്കെ. ഒന്നാമത് അവിടെ റോഡ് പണിയും കൂടെ നടക്കുന്നത് കൊണ്ട് അത് മറ്റേ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ എല്ലാവരും പോകുന്ന സമയമൊക്കെ ആകുമ്പോഴാണ്. ഒരു പാലമുണ്ട്. പാലത്തിന്റെ താഴേക്ക് മിനി കൂപ്പർ എടുക്കുന്നു. മിനി കൂപ്പർ കൂപ്പറിന്റെ വ്യൂസിലും ഇതും എല്ലാം ഉണ്ടോ? ഇത് കണ്ടോ പാലം? ഇത് അങ്ങോട്ട് തിരിച്ചു ഫുള്ള് വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കും. റോഡ് ഏതാണ് പിന്നെ ആ വയൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ. ഒറ്റ വണ്ടിയില്ല. സൺഡേ അല്ലേ? എല്ലാവരും കിടന്നുറങ്ങുമായിരിക്കും. വലിയ റോഡ് കേട്ടോ ഇത്. 1, 2, 3, 4, 5, 6, 7 എക്സിറ്റ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ? ഇതൊരു മറ്റേ റെയിൽവേ ബ്രിഡ്ജാണ്. ശരി കൂടെ ഇറങ്ങി ട്രെയിൻ പോകണം. അങ്ങോട്ട് വെച്ചിട്ട് പക്ഷെ നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. വീടുകളുണ്ടോ? പള്ളിയാന്ന് തോന്നുന്നു. ഏത്? അതിവിടെ ഒരു പള്ളി തന്നെയാണ്. എന്നിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. സെന്റ് ജോൺ. പിന്നെ ഇവിടുന്ന് കുർബാന കഴിച്ചിട്ടൊക്കെ പോയാലോ? സെന്റ് പോൾസ് ചർച്ചാണ്. സെന്റ് ജോൺ അല്ല. സെന്റ് ജോൺ സെന്റ് ജോൺ ആംബുലൻസ് ആണ്. ആംബുലൻസ് ആണോ? മറ്റേ ഈ സെന്റ് ഇതൊക്കെ വെച്ചിട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ പള്ളിയുടെ സെന്റ് ജോൺ ആയിരിക്കും. അത് പള്ളീന്റെ താഴെ തന്നെ ഒരു വലിയ റോഡാണ്. സിഗ്നൽ ഇത് സ്റ്റഫോർഡ് സിറ്റി ഇവിടെ തൊട്ട് തുറന്നാണ്. ഇവിടെ തൊട്ടല്ല, കുറച്ച് ബേക്കിന്ന് തുടങ്ങി. എമാൻഡസ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ വരണല്ലോ. ഒരു വരവ് കൂടി വരേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ടാണ് ഈ വെളുപ്പാൻ കാലത്ത് നിന്നെയും കൊണ്ട് വന്നത്. ഒരു കട തുറക്കിയത്. പ്രൈമാർക്ക് ഉണ്ടോ? സ്റ്റഫോർഡ് പ്രൈമാർക്ക് വലിയ പ്രൈമാർക്ക് അല്ലേ? ഇതൊക്കെ നേരത്തെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഈ വഴിയൊക്കെയാണ് വരുന്നതെന്ന്? പറ. ചെടികളൊക്കെ വെച്ചേക്കുന്ന ഒരു സൈഡില് നല്ലതാ. ഇത്രയോ നേരം കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ ആകെ ഒരു വണ്ടിയാണിത്. നമ്മുടെ ബേക്കിൽ വരുന്നുണ്ട് ഒരു ബെൻസ്. അവരിപ്പോ നമ്മൾ ഓവർടേക്ക് നമ്മൾ കുറച്ച് സ്ലോ ആക്കാം. അപ്പോൾ വേണ്ട, അവന് അതേ നമ്മുടെ ലൈൻ തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്ലോ ആക്കാൻ ചിലപ്പോൾ ഓണടി ആയിരിക്കും കേക്ക്. വെറുതെ റിസ്ക് എടുക്കണ്ട. റിസ്ക് എടുക്കുന്നത്.
പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റുകൾ, ഇവിടെ വി റിപ്പയർ ബൈക്സ്, ബാർബർ ഷോപ്പ്, ബാംബു ഗാർഡൻ, അതെ എല്ലാം എല്ലാം ഉണ്ടല്ലോ. അപ്പുറത്തെ ഒരു ലിഡില് ഞാൻ കണ്ടല്ലോ. കണ്ടോ ഗൈസ്, അവിടെ ഒരു ലിഡിൽ. ഈ പെട്രോൾ പമ്പ് തുറന്നിട്ടുണ്ടല്ലോ. പള്ളിയിൽ പോണ്ടതാണേ. കുഴപ്പമില്ല, നമ്മള് വീട്ടിൽ ചെന്നിട്ട് പള്ളിയിൽ പോകാറാകുമ്പോഴത്തേക്കും ടെസ്കോ തുറക്കുവോ? ഞായറാഴ്ച അല്ലേ, 10 മണിയാണോ? അങ്ങോട്ടേക്ക് മഴയും പെയ്തിട്ടില്ല, ഒന്നും പെയ്തിട്ടില്ല. വെള്ളം നോക്കില്ല. ശരി, റോഡ് നല്ല ഡ്രൈ ആയിട്ട് സ്റ്റോൺസ് എന്ന് പറയുന്നത് പോകുന്ന വഴിക്കാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ? സ്റ്റോൺ അല്ലല്ലോ, സ്റ്റോക്ക് ആണോ? അല്ല, സ്റ്റോൺ സ്റ്റോക്ക് ഓൺ റെന്റ് അല്ല, സ്റ്റോൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മെഡിക്കൽ സെന്റർ ഒക്കെ ഉണ്ട് ഇവിടെ. സ്റ്റോൺ ഇവിടുന്ന് 7 കിലോമീറ്റർ. സ്റ്റോക്ക് ഓൺ റെന്റ് 15. നമ്മൾ ഫസ്റ്റ് പോയത് മറ്റേ ന്യൂ ഇയറിന്റെ നമ്മൾ പോയില്ലേ, സ്റ്റോക്ക് ഓൺ റെന്റോ? നമ്മൾ ഫിലിം കാണാനും ആ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയ കാർ ബൂട്ട് ഫോർ സെയിൽ. ഇവിടെയാണ് മറ്റേ കുറേ കാറുകൾ കൊണ്ടുവന്നിട്ട് കച്ചവടം. അത് ഏതോ ഒരു ദിവസമുണ്ട്. ഞാൻ മറ്റേ വഴി പറഞ്ഞില്ലേ, മറ്റേ വഴിക്ക് വരുമായിരുന്നാലും അവിടുന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ടൂട്ടേൺ എടുത്തിട്ട് തിരിച്ചു പോകണമായിരുന്നു. കാരണം ഇവിടെ ഈ റോഡ് പണി നടക്കുന്നത് കൊണ്ട് അവിടുത്തെ ഒരു റൗണ്ട് ബോട്ടിന്റെ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. റോഡ് പണി ആയതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അവിടുന്ന് നേരെ ഇങ്ങനെ പോകായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇപ്പം അതെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബെൻസിന്റെ അത് ഇവിടെയൊക്കെ അങ്ങനെ തോന്നുന്ന പോലെ കയറി പോകാൻ പറ്റിയായിരുന്നു. നമ്മളെന്തായാലും ഇത്ര സ്പീഡില് പോകണമെന്ന് അങ്ങേർക്ക് തോന്നി. അല്ല, അതുകൊണ്ടല്ല, അവിടെ 40 അല്ലേ, ഇത്രയും നേരം 30 സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. അവിടെ 40 ആയപ്പം ഇതുമല്ലേ, ഡബിൾ ലൈനും അല്ലേ. ഇവിടെ എപ്പോ വന്നാലും നമ്മൾ എത്ര പ്രാവശ്യം ഇവിടെ ചെന്നൈ കൊണ്ട് വന്നിട്ടുണ്ട്, എപ്പോ വന്നാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയാണ്. ഇത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ബോർഡ് വെച്ചത് കണ്ടില്ല, നീ ശ്രദ്ധിച്ചില്ല? 2025 പണി തീരുള്ളൂ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ വിൻഡ് മില്ലോ, വിൻഡിന്റെ ഇത് ഫുള്ള് ടൂറിസ്റ്റ് ഏരിയകളും അതാണ്. അങ്ങോട്ടേക്ക് സെറ്റായിട്ട് പുതിയതായിട്ട് പണി കഴിപ്പിച്ച റോഡാണ്. സിഗ്നലൊക്കെ ഇത് റോഡ് പുതിയതായിട്ടോ. അപ്പൊ നമ്മളൊരാളെ കൂട്ടാൻ വന്നതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. പുള്ളിയെ കൂട്ടാൻ വന്നതാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. വർക്കിന് പോകുന്നതാണ്. അങ്ങോട്ട് പോകുന്നവരായിരിക്കും. എനിക്കിന്ന് ഓഫാണ് നാളെ. നോക്ക്,
നമ്മുടെ മോർണിംഗ് റൈഡ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയ എത്തിക്കൊണ്ടിരിക്കുന്നു. ആകാശം നല്ല അമ്മച്ചിയാണത്. അമ്മച്ചിയാണോ? ആകാശം നോക്ക്, ഇവിടെ നീല കളർ, അങ്ങോട്ടേക്ക് മഴക്കാറുള്ള മേലേക്ക്. ഇന്നെന്താ കാണിക്കുന്ന? മഴയാണോ റെയിനിയാണോ? അല്ലേലും അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുമിച്ച് ഉറപ്പുള്ള ദിവസം സ്വാഭാവികം. ഇന്നലെ തൊട്ടേ അതിന്റെ സൂചനയായിട്ട് വൈകുന്നേരം തൊട്ടേ മഴ തുടങ്ങി. അതെ, മഴയാണ് മഴ. അപ്പൊ ഇവിടെ സമ്മറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സമ്മർ. നോക്കി ആ ചെടിയിൽ എന്തുകൊണ്ടുന്ന പൂവും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാം എന്തുകൊണ്ടുന്ന കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ടോ. എല്ലാ വർഷവും അവരിങ്ങനെ മാറ്റും, മാറ്റും. പുതിയ പുതിയ ചെടികളാക്കും അല്ല. ഇങ്ങോട്ടേക്ക് നമ്മളാ വന്ന വഴിക്ക് കുറെ അവിടെ മഴ പെയ്തതിന്റെ ഒരു ഇതുമില്ലായിരുന്നല്ലോ. പക്ഷെ ഇവിടെ നോക്ക്, നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഫുള്ള് പച്ചപ്പും ഭയങ്കര ഇതല്ലേ, അതുകൊണ്ടായിരിക്കും. ആയിരിക്കണം. പെട്രോൾ പമ്പിൽ സിഗ്നലൊക്കെ ഒന്നല്ലോ. പള്ളി കഴിഞ്ഞ് വരുമ്പോ പെട്രോൾ അടിക്കാല്ലേ? പെട്രോൾ ഉണ്ടോ? അല്ല, ഇപ്പം പോകാൻ പള്ളി പോകാനുള്ളതില്ല. പെട്രോളൊക്കെ ഉണ്ട്. തിരിച്ചു അതും മതിന്നല്ലേ. ഉറങ്ങാനുള്ള സമയമില്ല. 6:30 8 മണിക്ക് പോകാനാ. എന്നാ നമുക്ക് ചായയൊക്കെ കുടിച്ച് ഇരിക്കാം. അപ്പത്തേക്കും പുള്ളി പോകാം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിന്റെ അവിടെ എത്തി. അപ്പം എല്ലാവർക്കും ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം.